ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഴയ കമ്പ്യൂട്ടർ ടെക്നോളജിയും എങ്ങനെയാണ് ഇപ്പോ ഇവിടെ നമ്മുടെ ഈ കാലഘട്ടത്തില് പ്രസക്തി ഉള്ളത് എന്ന് സാറൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും നമുക്കുള്ള ഒരു കൺഫ്യൂഷനും എസ്പെഷ്യലി നമ്മൾ പറയാം, നമ്മൾ ഈ ജോബിനെ കുറിച്ച് പറയുന്ന സമയത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ ട്രാക്ടർ വന്ന സമയത്തും നമ്മൾ പറയുന്നത് ജോലി പോകും. ടി വി വന്നപ്പോഴും റേഡിയോ വന്നപ്പോഴും എന്ത് ടെക്നോളജി വരുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ജോലി പോകും. ഓക്കെ, കമ്പ്യൂട്ടർ വന്ന സമയത്തും നമ്മൾ പറഞ്ഞിരുന്നു ജോലി. പക്ഷെ നമ്മളിത് നമ്മളെ ലൈഫിൽ ഈ ജോലി പോയതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് റിയലി ആ ടെക്നോളജിയും ഈ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മനുഷ്യര് ബുദ്ധി കൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത്. ബുദ്ധി കൊണ്ട് മനുഷ്യര് എന്താണ് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മൃഗങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 100 മൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധ്യമല്ല. അതേ സമയത്ത് നമ്മൾ മില്യൺസ് ഓഫ് ആളുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്? നമ്മുടെ ഇന്റലിജൻസ് കൊണ്ട് നമ്മൾ ഭാഷയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഭാഷയിലൂടെ മില്യൺസ് ഓഫ് ആളുകളെ ഒരുമിച്ച് കൂട്ടാം. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ 3ഓ 4ഓ ഭാഷ സംസാരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ മുഴുവൻ ഭാഷകളെ സംസാരിക്കുമെന്നതാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കോൺകർ ചെയ്തു എന്നത് നമ്മൾ വളരെ പ്രസക്തമായ ഒരു പാർട്ടാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. രണ്ടാമത് നമ്മൾ സ്റ്റോൺ ഏജ് മുതൽ AI ഏജ് വരെ എന്താണ് ഇതിൽ ഡിഫറൻസ്? നമ്മൾ മനുഷ്യര് ഈ പുരോഗതിയിലേക്ക്, ഈ പ്രോഗ്രസ്സിലേക്ക് വന്നത് ടൂളുകൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പ്രോഗ്രസ് ചെയ്യപ്പെട്ടത്. ഉപകരണങ്ങളും ഈ ടെക്നോളജിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പണ്ട് കാലത്തെ ഉപകരണങ്ങൾ എടുത്തു നോക്കിയാൽ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കത്തി നമ്മളൊരു വലിയൊരു ഇൻവെൻഷൻ ആണ്. ഈ കത്തി കൊണ്ട് നമ്മൾ ഒരാളെ കുത്തിക്കൊല്ലണമെന്നോ വെജിറ്റബിൾ കട്ട് ചെയ്യണമെന്നോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യണം തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. ഇപ്പൊ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. ഇപ്പൊ ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് നമ്മളാണ്. അത് എവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ. അതിനൊരിക്കലും അറിയില്ല അത് എവിടെ ഇടണം, എങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പം ഒരു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് നമ്മളാണ്. എന്ത് പ്രിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ തീരുമാനങ്ങളെല്ലാം എടുക്കാനുള്ള കഴിവ് ഉപകരണത്തിന്റെ കാര്യത്തിൽ നമ്മളാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കാര്യത്തിൽ മറിച്ചാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ്. ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത വീഡിയോ വരണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? AI ആണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു ലൊക്കേഷൻ മാപ്പ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേഷൻ മാപ്പിൽ അതിന്റെ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? AI ആണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ AIയുടെ മേജർ ഡിഫറൻസ് എന്താണ്? തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ ക്വാളിറ്റി ഡിസിഷനാലാണ് നമ്മളൊക്കെ വ്യത്യസ്ത ആളുകളായിട്ട് മാറുന്നത്. ആ ക്വാളിറ്റി ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മളെ ഇന്റലിജന്റ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഏജ്, മെച്യൂരിറ്റി ഒക്കെ. അപ്പൊ ഈ ഡിസിഷൻ എടുക്കുക എന്നുള്ള പവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കിട്ടിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് സ്വന്തമായിട്ട് AI ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളതാണ്. അപ്പം ജനിപ്പിക്കാൻ കഴിവുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടാക്കി, ഒരു സൃഷ്ടിപ്പിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പുതിയത് ഇൻവെന്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇൻവെൻഷനും ആരാണ് കണ്ടെത്തുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഹ്യൂമാനിറ്റി റിക്വയർഡ് എന്നതാണ്. അപ്പൊ ഒന്ന്, ഇതിന് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. രണ്ട്, അതിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. മൂന്ന്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. നാല്, അതിന് ട്രെയിൻ ചെയ്യാനുള്ള കഴിവ്. ഈ നാലും യഥാർത്ഥത്തില് ഒരു സൃഷ്ടിപ്പിന് ഉണ്ടാകുക എന്ന് പറയുന്നത് ഉപകരണത്തിൽ നിന്ന്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഏജന്റിക് AI ആണ്. ഇപ്പൊ 2025 മുതൽ നമ്മൾ കാണുന്നത് ഏജന്റിക് AIകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എന്താണ് ആ ടെക്നോളജിയും ഈ ടെക്നോളജി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ ന്യൂനതകൾ ഒന്നും തന്നെ ഇതിനില്ല. എന്തൊക്കെയാണ് നമ്മളെ ന്യൂനത? നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് ഉറങ്ങണം, നമുക്ക് ഓക്സിജൻ വേണം. ഇത് മൂന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ആവശ്യകതയില്ല. എന്നാൽ നമ്മുടെ എല്ലാം ഏറ്റവും യുണീക്ക് വലിയ ക്വാളിറ്റി എന്താണ്? ഇന്റലിജൻസ് ആണ്. നമ്മളെക്കാട്ടിയും നമ്മളെ മൊത്തം
ഒരുമിച്ച് മനുഷ്യനെക്കാട്ടിയും കൂടുതൽ ഇന്റലിജൻസ് ആർക്കുണ്ടായിരിക്കും? ബില്യൺ ടൈം ബെറ്റർ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതാണ് ഇവിടെ മേജർ ഡിഫറൻസ് വരുന്നത്.